ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗോഷ് മീഡിയ. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ദ മോസ്റ്റ് ഫേമസ് ചിതറാൾ റോക്ക് ജെയിൻ ടെമ്പിൾ അഥവാ മലൈക്കോവൽ ടെമ്പിളിലാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇതുവഴി അങ്ങോട്ട് കയറാം. ഓക്കെ, നമുക്കപ്പം ഇന്നത്തെ പ്രോഗ്രാം തുടങ്ങാമല്ലേ. ഇന്നത്തെ ഞങ്ങളുടെ കൊട്ടിക്കലാശം ഇവിടെ വെച്ചാണ്. ഇവിടെ ഈ സൈഡിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. അവിടെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ചെറിയ ഷോപ്പുണ്ട്. അപ്പോൾ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങിച്ചാൽ നല്ലതായിരിക്കും. കാര്യം അത്യാവശ്യം ദൂരമുണ്ട്, മുകളിലേക്ക് നടക്കും. അപ്പോൾ എന്തായാലും ക്ഷീണിക്കുമല്ലോ, അപ്പോൾ കുടിക്കാം. പിന്നെ ഇവിടെ ഒരു സെക്യൂരിറ്റി ഇരിപ്പുണ്ട്. പുള്ളി അവിടെ എല്ലാം ചെക്ക് ചെയ്യും. നമുക്ക് ക്യാമറ ഒന്നും അല്ല അല്ല കേട്ടോ, അതായത് ഡിജിറ്റൽ ക്യാമറാസ് ഒന്നും. സോ DSLR ക്യാമറാസ് ഒന്നും ആയിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കേണ്ട. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ തമിഴ്നാട്ടിലാണ്, കന്യാകുമാരി ജില്ലയിലാണ്. ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് ഇട്ട് വരുന്നതായിരിക്കും നല്ലത്. പ്ലസ് നിങ്ങൾ വണ്ടിയിൽ തന്നെ വരണം. കാര്യം ഇവിടെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഇവിടെ കുറച്ച് ചെയറുകളൊക്കെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇരിപ്പടം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് കളിയാക്കിയതുകൊണ്ട് ഇരിക്കുന്ന സാധനം എന്താ അവിടെ ഈ കുറച്ച് ഇരുന്നിരുന്ന് പോകാം. കാര്യം മുകളിലേക്ക് ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. കുറച്ച് സ്റ്റീപ്പാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ചെയറിലൊക്കെ ഇരുന്നിരുന്ന് പതുക്കെ മുകളിലേക്ക് കയറുക. കാര്യം കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട്. പിന്നെ അവിടെ സൈഡിലൊരു ചെറിയ മലയുണ്ട്. ഞങ്ങൾ ആ മലയുടെ മുകളിൽ കയറി. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തെങ്കാശിയിലൊക്കെ പോകുമ്പോൾ കാണത്തില്ല, നല്ല ദൂരവും മലകളും പാടവും ഒക്കെ ഉള്ളതായിട്ട് നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ. അതുപോലെ തന്നെ പെട്ടെന്നാണ് ഇവിടെ ക്ലൈമറ്റ് മാറുന്നത്. ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു, ചൂടില്ല, കുഴപ്പമില്ല, നല്ല കാറ്റൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. സഡൻലി ആണ് അവിടെ മഴ പെയ്യുന്നത്. അത് ഒരു ഇതുണ്ട് കേട്ടോ. പക്ഷേ അത് നിങ്ങൾ കുടയൊന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ അത് പെട്ടെന്ന് പോവും മഴ. താഴെ കണ്ടില്ലേ പാടമൊക്കെ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ മഴ വന്നു. മഴ വന്നൊരു 5 മിനിറ്റ് പോലും ഉണ്ടായിട്ടില്ല, അപ്പോൾ തന്നെ മഴ മാറുകയും ചെയ്തു. ഞങ്ങളൊരു 5 മിനിറ്റ് അവിടെ കയറി നിന്നു. അവിടെ നിന്ന് സൈഡിലോട്ടൊരു കട്ട് കണ്ടു. അപ്പോൾ അതിൽ വഴി കയറിയപ്പം പിന്നെയും നമ്മൾ പറഞ്ഞില്ലേ ഇതൊരു മലയുടെ മുകളിലാണെന്ന് പറഞ്ഞത്, അതിൻ്റെ താഴോട്ടുള്ളൊരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. അതുപോലെ പിന്നെ അകത്തേക്കൊരു വഴി കണ്ടു, അത് അങ്ങോട്ട് പോയില്ല. ഇനിയും കാട്ടിനകത്ത് കയറി വല്ല പാമ്പ് കടിക്കണമെന്നുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഞങ്ങൾ ബാക്കി ചിത്രാൾ ടെമ്പിൾ കാണണ്ടേ, സോ യാത്ര കണ്ടിന്യൂ ചെയ്തു മുകളിലേക്ക്. പിന്നെ ഈ വീഡിയോ പറ്റി പറയുകയാണെങ്കിൽ, വീഡിയോ എടുത്തിട്ട് കുറച്ച് കാലമായിട്ടുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞില്ല ചില സിനിമകളൊക്കെ പെട്ടിക്കകത്തായിപ്പോയി, പ്രൊഡക്ഷൻ്റെ പ്രശ്നമോ എന്തെങ്കിലുമൊക്കെ കാരണമായിട്ട്. അതുപോലെ അത് പെട്ടിക്കകത്തായിപ്പോയ വർക്കായിരുന്നു. എന്തായാലും ഫൈനലി ഇത് പുറത്തെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഇങ്ങനെ നടന്നൊരു 1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മുകളിൽ ആ ടെമ്പിൾ കാണുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോയാൽ മതി. ഇവിടെയും ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും ദൂരം നടന്നു വരുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാൻ തോന്നും നടക്കുന്ന ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഇവിടെയും കണ്ട ചെയറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് ഇതൊരു ജെയിൻ ടെമ്പിൾ ആയിരുന്നു. അതൊരു 9th or 10th സെഞ്ചുറി ആ ഒരു സമയത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഇതിങ്ങനെ മാറ്റം വന്ന് ഇപ്പോൾ അതൊരു മോണുമെൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അതുപോലെ ജെയിൻ ടെമ്പിളിൻ്റെ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് വരും. ഒരു സൗത്ത് ഇന്ത്യയിലുള്ള വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അവരുടെ സൈറ്റാണിത്. അതുപോലെ ഇതിപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര കുറച്ച് റിസ്കി ആയിരുന്നു. അതായത് വലിയൊരു 2 പാറയുടെ ഇടയ്ക്കൂടെ കുറച്ച് സ്ക്വീസ് ചെയ്തിറങ്ങേണ്ട ഒരു റോഡല്ല ഒരു പാത്തായിരുന്നു. കുറച്ച് ഡേഞ്ചറസ് ആയിരുന്നു, ബട്ട് സ്റ്റിൽ ഓക്കെ. നമ്മൾ ആ സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് ഫോണൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ഇറങ്ങി. ഞാൻ ഫ്രണ്ടിൽ പോകുന്നതാണ്, ബാക്കിൽ അവി നടന്നു വരുന്നുണ്ടൊക്കെ. ഇവിടെ ഈ വന്ന സമയം ഉച്ചയ്ക്ക് 12 മണി ആയതുകൊണ്ടാണോന്ന് അറിയില്ല, തിരക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങളുടെ ക്യാമറയ്ക്കകത്ത് ആ ഫ്രെയിമിലേക്ക് വേറെ ആരും വരാനില്ലായിരുന്നു. എവിടെ നോക്കിയാലും നല്ല ഫ്രെയിംസ് ആണ്. കണ്ടില്ലേ, സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഉള്ള വ്യൂ ആണിത്. ഭയങ്കര സൂപ്പർ വ്യൂ ആണിത്. നിങ്ങൾ ഫോണിൽ എത്രമാത്രം നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ നേരിട്ട് വന്ന് തന്നെ കാണേണ്ട ഒരു സ്ഥലമാണ്. ഇവിടെ കണ്ടില്ലേ വോളിലൊക്കെ, ഇവിടെ കണ്ടില്ലേ കുറേ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്കൾപ്ചേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതൊക്കെ 9th സെഞ്ചുറിയിലൊക്കെ ചെയ്ത കാര്യങ്ങളാണ്. ബുദ്ധനൊക്കെ ഇരിക്കുന്നു. പിന്നെ ബാക്കി ആരാന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്കെല്ലാം മനസ്സിലായോ? എന്തായാലും ഇതൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത് ആക്ച്വലി ഇത് ഫോണിൽ എത്രമാത്രം ഇതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത്രയും സൂപ്പറാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം ഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ 2 മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മൂവിയുടെ പേര് ഓർക്കുന്നില്ല. കണ്ടോ, ഇതാണ് ആ ഒരു മോളിൽ കണ്ടില്ലേ, 3 റോക്കിൻ്റെ ഇടയ്ക്കാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. അതുപോലെ ഞങ്ങൾ ഈ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പം ഭയങ്കര കാറ്റായിരുന്നു. ഭയങ്കര ഒന്നുമില്ല, നല്ല കാറ്റായിരുന്നു, നല്ല കാറ്റ്. ആ ചെടിയൊക്കെ അനങ്ങാനില്ല, കാറ്റിൻ്റെ ഫീലാണ്. നമ്മൾ ആ വോയിസ് കട്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ആ കാറ്റിൻ്റെ സൗണ്ട് കേൾക്കാത്ത കേട്ടോ. ഭയങ്കര കാറ്റാണ്. ഇവിടെ നിന്ന് നമ്മൾ പറന്നു പോകത്തില്ല, അതുപോലെ കാറ്റുണ്ട് ഇവിടെ. ഇതാണ് ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് ആ ചിതറാൾ റോക്ക് ജെയിൻ ടെമ്പിൾ. ഈ ടെമ്പിളിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു പോണ്ടുണ്ട്. അതായത് ഈ മലയുടെ മുകളിലൊരു പോണ്ട്, അതിങ്ങനെ ഒരിക്കലും പറ്റാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ട്, കണ്ടില്ലേ, ഹാർട്ട് ഷേപ്പിലൊരു പോണ്ട്. അതാണ് ഇവിടെ ഏറ്റവും മുകളിലുള്ളത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, അവിടെ ഒരു മല ഇറങ്ങാനോ കാല് നനയ്ക്കാനോ ഒന്നും ശ്രമിക്കരുത്. കാര്യം ഇവിടെ നിന്ന് ആരും ഇല്ല അടുത്തൊന്നും. അതിന് എത്രമാത്രം ആഴമുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പം അങ്ങോട്ട് ഇറങ്ങാതിരിക്കുക, ഇവിടെ നിന്ന് കാണാം.
കുളത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് ടെമ്പിളിൻ്റെ ആ സൈഡിലോട്ട് കയറി. നല്ല രസമാട്ടോ ഇവിടെ വരുമ്പോൾ. നല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. നമ്മളിപ്പോൾ കുറച്ച് സ്ട്രെസ്സൊക്കെ ആയിട്ട് വരികയാണെന്ന് വെച്ചോ, ഇവിടെ വന്ന് കുറച്ച് ഈ നേച്ചറൊക്കെ കണ്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനം കിട്ടുന്ന കൈൻഡ് ഓഫ് ഒരു പ്ലേസാണ്. അപ്പം അല്ലേ, എന്നാൽ കാറ്റടിക്കുന്നുണ്ടല്ലേ സൈഡിൽ, മനസ്സിലാവുന്നുണ്ടാവില്ലേ? ഞാനും അവയും കൂടെ വേറൊരു പ്ലേസിലേക്ക് പോകാൻ പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ്. ബട്ട് അവിടുത്തെ എത്താൻ ടൈമിങ്ങിൻ്റെ ഒരു പ്രശ്നം കാരണം ആക്സിഡൻ്റലിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് തന്നെ എത്തിയെന്നൊരു ഫീലായിരുന്നു ഞങ്ങൾക്ക്. കാര്യം അത്രയും സൂപ്പർബായിട്ടുള്ളൊരു പ്ലേസാണ്. Like if you're looking for some destination that combine history, spirituality and architecture and some breathtaking natural beauty, then definitely നിങ്ങൾ വരേണ്ട പ്ലേസ് തന്നെയാണിത്. ഇതല്ലാതെ വേറൊരു പ്ലേസ് ഇല്ലെന്ന് തന്നെ നമ്മൾ അത്രയും സൂപ്പർബാണ്. കാര്യം നിങ്ങൾ നോക്കും ഇവിടെ പ്ലസ് ഇത് സീസൺ അല്ലാത്ത സമയമാണെന്ന് അറിയില്ല, ആൾക്കാരൊന്നുമില്ല, ഞങ്ങൾ മാത്രമല്ല അവിടെ. ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് വരുമ്പം ഇവിടെ ഒരു ദൈവത്തിൻ്റെ ഒരു വിഗ്രഹമൊക്കെ വെച്ചിട്ട് ചെറിയൊരു പൂജയുടെ ഒക്കെ ഒരു സ്ഥലമുണ്ട്. അതും വലിയൊരു പാറയുടെ ഇടയ്ക്കാണ് ഇരിക്കുന്നത്. അതൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ താഴേക്ക് ഇറങ്ങാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിതറാൾ റോക്ക് ജെയിൻ ടെമ്പിൾ. ആക്സിഡൻ്റലി വന്നിട്ട് നല്ലപോലെ ഇഷ്ടപ്പെട്ട് തിരിച്ചു പോകുന്നൊരു സ്ഥലമാണ്. കാര്യം നമ്മൾ ഈ പറയത്തില്ല ഭയങ്കര യോഗയൊക്കെ ചെയ്തു, അല്ലെങ്കിൽ അതുപോലെ മൈൻഡൊക്കെ ഫുൾ റീഫ്രഷ്ഡ് ആയിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഓക്കെ, ഇത് ഇവിടുത്തെ വാർണിംഗ് ബോർഡാണ്. ഇവിടുത്തെ സാധനങ്ങളൊന്നും നശിപ്പിക്കരുതെന്നും ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിച്ചോ. അപ്പോൾ ഇനിയും വന്ന് അത്രയും ദൂരം തിരിച്ചു പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ട് വരണം. എന്നിട്ട് കുടിച്ചിട്ട് കുപ്പി ഇവിടുന്ന് കളയരുത്. കേൾക്കണ്ടില്ല, ഇവിടെ എല്ലാം ക്ലീൻ സറൗണ്ടിങ്സ് ആണ്. അപ്പോൾ അത് കീപ്പ് ചെയ്യുക. അതുപോലെ കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്പീഡ് കയറല്ലേ ഘോഷ്, കമോൺ. ഇതാണ് താഴേക്കുള്ള വഴി. ഇവിടെ പോകുമ്പോൾ പിന്നെ ഈ പാറയുടെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറങ്ങാനൊന്നും ശ്രമിക്കരുത്. ഇങ്ങനെ ഒന്ന് കാണുക, കണ്ടിട്ട് ആസ്വദിക്കുക, തിരിച്ച് വരിക. ഓക്കെ, അപ്പോൾ അടുത്ത കിട്ടിലും വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നമുക്ക് പോവാം. അപ്പോൾ ദിസ് ഇസ് ഘോഷ് മീഡിയ സൈനിങ് ഓഫ്. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. ഓക്കെ, അപ്പോൾ സിയ. ഇതാണ് ചിത്രാൽ റോക്ക് ജെയിൻസ്. അപ്പോൾ ഇതാണ് ചിത്രാൽ റോക്ക് ജെയിൻസ്.